വാർത്തയിലേക്ക് പോയാൽ പാലക്കാട് രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ഷാഫി രാഹുൽ വിഭാഗം. മണ്ഡലത്തിൽ ഗ്രൂപ്പിന് സ്വാധീനമുള്ള ഇടങ്ങളിലെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാൻ നീക്കം. നേരത്തെ ഗ്രൂപ്പ് യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം നടത്തുന്നത്. പരിപാടികൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് മാധ്യമങ്ങൾക്ക് പോലും വിവരം നൽകാതെ രാഹുലിനെ രഹസ്യമായി എത്തിക്കാനാണ് തീരുമാനം. അജിത് ബാബു ചേരുന്നു പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജിത്ത്, ഇന്നലെ തന്നെ സമാനമായ ഒരു പരിപാടിയിൽ കുടുംബശ്രീയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കണ്ടു. അത് വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തീർച്ചയായും ഇത് കോൺഗ്രസിന്റെ തീരുമാനമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഷാഫി രാഹുൽ വിഭാഗത്തിന്റെ തീരുമാനമാണ്. ഇത്തരത്തിൽ അവർക്ക് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം ഇത്തരത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുകയും പൊതുവിടങ്ങളിൽ രാഹുലിന്റെ പ്രസൻസ് ആക്റ്റീവാക്കി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ കോൺഗ്രസിന്റെ വാർഡ് കൗൺസിലറായിട്ടുള്ള മൻസൂർ മണലാഞ്ചേരിയുടെ വാർഡിലാണ് ഇത്തരത്തിൽ രാഹുൽ കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ മൻസൂർ മണലാഞ്ചേരി രാഹുൽ ഷാഫി വിഭാഗത്തിന്റെ വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ തന്നെ ഒരു പരിപാടിയിൽ തുടങ്ങാൻ, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മണ്ഡലത്തിന് പുറത്തും ഗ്രൂപ്പിന് സ്വാധീനമുള്ള മേഖലകളിലേക്ക് രാഹുലിന്റെ പരിപാടികൾ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഇതിന് പുറമെ ക്ലബ്ബ്, റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയവരുടെ പരിപാടികളിലും രാഹുലിനെ പങ്കെടുപ്പിക്കും. ഒരു MLA രഹസ്യമായി ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ അതൃപ്തി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി ഇത്തരത്തിലൊരു പരിപാടികളിൽ രാഹുലിനെ അവതരിപ്പിക്കുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും എടുത്തു കാണേണ്ടത് രാഹുലിനെ ഈ പരിപാടിയിൽ എത്തിക്കുന്നത് പരിപാടിയിലുള്ള സംഘാടകർക്ക് മാത്രമായിരിക്കും അറിയാവുന്നത്. അവസാന നിമിഷമായിരിക്കും രാഹുലിനെ എത്തിക്കുക. മറ്റ് പ്രചരണങ്ങളൊന്നും നൽകേണ്ട എന്നുള്ളതാണ് നിലവിൽ തീരുമാനം. കാരണം പ്രതിഷേധങ്ങളടക്കം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏതാണെങ്കിലും രാഹുലിനെ മണ്ഡലത്തിലും അതിന് പുറത്തും ആക്റ്റീവാക്കി നിർത്താനുള്ളൊരു ഇടപെടലാണ് ഇപ്പോൾ ഈ രാഹുൽ ഷാഫി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി രുചീഷ് രവീന്ദ്രൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെ ആശുപത്രിയിൽ സന്ദർശിച്ചതും അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതുമെല്ലാം ഈ പൊതുസമൂഹത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ രാഹുലിൻ്റെ സ്പേസ് വർദ്ധിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതും ഗ്രൂപ്പിൻ്റെ തീരുമാനമായിട്ടാണ് ആ സന്ദർശനം ഉൾപ്പെടെ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ രാഹുലിനെ പൊതുമണ്ഡലങ്ങളിലെ പരിപാടികളിൽ സജീവമാക്കി നിർത്താനുള്ള നീക്കമാണ് രാഹുൽ ഷാഫി ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അജിത്ത്, അതോടൊപ്പം ഇതൊരു സസ്പെൻഷൻ കാലത്താണ് ഇത് നടക്കുന്നത് എന്ന് കൂടിയുണ്ട്. നേതൃത്വത്തിനോട് തന്നെ ഈ ഷാഫി രാഹുൽ വിഭാഗം ഇത് കാണിച്ചു കൊടുക്കുകയാണ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ് രുചീഷ് രവീന്ദ്രൻ. കാരണം സസ്പെൻഡ് ചെയ്ത് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും VD സതീശൻ കൂട്ടായ തീരുമാനമാണെന്ന് നിരന്തരം പറയുകയും ഇത് അടഞ്ഞ അധ്യായം എന്നുൾപ്പെടെയുള്ള നിലയിലുള്ള പ്രതികരണങ്ങൾ വരികയും എല്ലാം ചെയ്തതിന് ശേഷവും രാഹുലിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസിൻ്റെ സംവിധാനം ഉപയോഗിക്കുന്നത്, അതിന് വലിയ എതിർപ്പും പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ പങ്കെടുത്ത പരിപാടി കുടുംബശ്രീയുടെ പരിപാടിയാണെങ്കിൽ പോലും അത് കോൺഗ്രസിൻ്റെ കൗൺസിലറുടെ നേതൃത്വത്തിൽ നടന്ന ആസൂത്രിതമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. അത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ഒരു വിഭാഗം വിമർശനമായി ഉന്നയിക്കുന്നത്. അങ്ങനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സംവിധാനം ഉപയോഗിച്ച് പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നേതൃത്വം മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും ശക്തമായ വിമർശനങ്ങളടക്കം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനി ഇതിൽ പ്രതികരിക്കേണ്ട എന്നുള്ള നിലപാടിലാണ് ഉള്ളതെങ്കിലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രാഹുലിനെ പൊതുമണ്ഡലത്തിൽ ആക്റ്റീവാക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിന് നേതൃത്വം ഉത്തരം പറയേണ്ടി വരും. ഈ രാഹുൽ ഷാഫി ഗ്രൂപ്പിൻ്റെ ഇടപെടൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണെങ്കിൽ, അതിൽ സ്വാധീനമുള്ള മേഖലകളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾക്കും ചോദ്യങ്ങൾക്കും വഴിവെക്കും. കോൺഗ്രസ് നേതൃത്വത്തിന് സമൂഹത്തിനിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്നാണ് ഒരു വിഭാഗം ഇതിനെക്കുറിച്ച് പറയുന്നത്. ശരി അജിത് ബാബു, എന്തായാലും പാർട്ടിക്കൊപ്പമില്ല, പാർലമെന്ററി പാർട്ടിക്കൊപ്പമില്ല എന്നൊക്കെ VD സതീശൻ പറഞ്ഞതിന് ശേഷമാണ് രാഹുലിനെ വീണ്ടും സജീവമായി പരിപാടികൾ പങ്കെടുപ്പിക്കാൻ പാലക്കാട്ടെ ഷാഫി രാഹുൽ വിഭാഗത്തിന്റെ നീക്കം എന്നതാണ് ശ്രദ്ധേയം.